ഓ, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് എന്ന പുച്ഛഭാവത്തിലാണ് PWD അധികൃതർ. പിന്നെ ഇതൊക്കെ ആരോട് പറയാൻ? മണത്തണ അയോത്തുഞ്ചാൽ മലയോര ഹൈവേയിലെ അപകടക്കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ വീണുരുളാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. വെറും ഒരു മാസത്തിനിടയിൽ ഇവിടെ എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടെന്ന് ചോദിച്ചാൽ വ്യക്തമായ കണക്കില്ല. ഭൂരിഭാഗം ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് രാത്രിയിലാണ്. ഗുരുതരമായി പരിക്കേൽക്കാത്തവർ വീട്ടിലേക്കോ ആശുപത്രിയിലേക്കോ സ്വയം എഴുന്നേറ്റു പോകുന്നതിനാൽ വ്യക്തമായ കണക്കില്ല. ഏതാനും ദിവസം മുൻപ് കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ വയനാട് സ്വദേശികളായ ദമ്പതിമാർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ തകർന്ന അവരുടെ ഇരുചക്ര വാഹനം കണ്ടാലറിയാം അപകടത്തിന്റെ ആഘാതം. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തങ്ങളുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കിടക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്ന് കുഴിയിലെ നിലയ്ക്കാത്ത വെള്ളം കണ്ടിട്ടുപോലും വാട്ടർ അതോറിറ്റിക്ക് മനസ്സിലായിട്ടില്ല. കുഴിയോ, അതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാ എന്ന നിലപാടാണ് PWDക്ക്. അപകടങ്ങൾ തുടർക്കഥയായതോടെ മാധ്യമങ്ങൾ വാർത്തകളേറെ ചെയ്തെങ്കിലും കുഴിയടയ്ക്കാൻ സമയമായില്ല പോലും. കുഴിയിൽ വീണ വയനാട് സ്വദേശികളുടെ പരിക്ക് ഗുരുതരമാണെന്ന് മണത്തറിഞ്ഞ വാട്ടർ അതോറിറ്റി ജീവനക്കാർ പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തി കുഴി വീണ്ടും കുഴിച്ച് കുടിവെള്ള പൈപ്പ് നന്നാക്കിയത്രേ. എന്നാൽ അവരുടെ പിറകെ PWD ജീവനക്കാർ എത്തി കുഴി അടയ്ക്കുമെന്ന് കരുതിയവർക്കാണ് തെറ്റിയത്. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞാലേ ഏമാന്മാർ എഴുന്നള്ളൂ എന്ന് തോന്നുന്നു. ഇതിനിടയിൽ വാട്ടർ അതോറിറ്റി നന്നാക്കിയിട്ട് പോയ കുടിവെള്ള പൈപ്പ് വീണ്ടും ചോർച്ചയിലാണെന്ന് കേട്ടു. 6 മാസത്തിലധികമായി ഈ കുഴി കൊട്ടിപ്പം കളിക്കുന്നത്. നിരവധി വാഹനങ്ങൾ വന്ന് വീണ് ടയർ പോയവരും നമ്പർ പ്ലേറ്റ് പോയവരും ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് അപകടത്തിൽപ്പെട്ട ഒരു സ്കൂട്ടി ഇപ്പോൾ ഒരാഴ്ച മുമ്പുള്ള വീട്ടിൻ്റെ പുറകിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഗുരുതരമായിട്ട് പറ്റിയിട്ടുള്ള അവർ ഭാര്യയും ഭർത്താവും അവരുടെ ഏതോ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിട്ടുള്ളത്. ഒരു കാറ് വന്ന് വേറൊരു കാറിൻ്റെ പുറകിൽ വെച്ചിട്ട് അവർ ഇവിടെ ഭയങ്കര വർക്കും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു. ആയിട്ട് അവരങ്ങനെ പോയി. എന്നതിന് ശേഷം നാട്ടുകാരുടെ കൂടി സ്ലാബ് കൊണ്ടുപോയിട്ട് അങ്ങനെ അടുത്ത ഒരുവിധം 2 ദിവസം പോകുമ്പോഴത്തേനും വാട്ടർ അതോറിറ്റി വന്നു. അവർ വന്ന് മാന്തി അവർ പൈപ്പെല്ലാം ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടിപ്പോയി. അവർ പോയതിൻ്റെ പിറ്റേന്ന് തന്നെ 2ാമതും വെള്ളം വന്നാൽ തുടങ്ങി. ഇപ്പം സത്യം പറഞ്ഞ് രാത്രിയിൽ ഉറങ്ങാനാവില്ല. ഓരോ വാഹനം ഈ കുഴിയിൽ വന്ന് വീഴുമ്പം ബോംബ് വീഴുന്ന ശബ്ദത്തിലാണ്. കുട്ടികളൊക്കെ ഒച്ചപ്പാടും ബഹളവും രാത്രിയാകുമ്പോൾ ചെറിയ കുട്ടികൾ ഈ ഒച്ചപ്പാട് കേട്ട് പേടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇത് കാലാകാലമായി ഇത് കിടക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു അറുതി വരുത്താനുള്ള ഒരു പരിപാടി PWDയോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി ഈ ഉത്സവത്തിന് മുമ്പായിട്ട് ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ നിരവധി അപകടങ്ങൾ ഇനിയും ഉണ്ടാകുന്നു. അനവധി എണ്ണം ഉണ്ടായതിപ്പോൾ ഇനി അതിലും കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുക. ദിവസം ഓരോ ദിവസം കുഴി ജാസ്തിയായി ഇപ്പോൾ വാഹനം പോകുന്നതിനെ കല്ല് നീങ്ങുന്നതിനെ കുഴിയാവും. അപ്പോഴത്തേക്കും വെള്ളം പൊന്തി വരും. അപ്പോൾ അങ്ങനെ ആയിപ്പോഴുള്ള സ്ഥിതി. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഏതെങ്കിലും വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്കിവിടെ സ്വൈരമായിട്ട് കിടക്കാൻ തന്നെ സാധിക്കാത്ത സ്ഥിതിയാണ്. നമ്മൾ മാത്രമല്ല അയൽപക്കത്തുള്ള വീട്ടുകാർക്കൊക്കെ രാത്രിയാകുമ്പോൾ ആളും ഒറ്റപ്പാടും ബഹളമാകുമ്പോൾ ഓടി വരേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാദ്യമായല്ല. വർഷാവർഷം മുടങ്ങാതെ ടാറിങ് തകർന്ന് കുഴി രൂപപ്പെടാറുണ്ടിവിടെ. എന്നാൽ മഴയത്തും വേനലിലും ഒരുപോലെ വെള്ളം കിട്ടുന്ന ഈ കുഴി നോക്കി അഭിമാനം കൊള്ളുന്ന വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ലൈൻ ശരിയാക്കി പ്രശ്നം പരിഹരിക്കാൻ സമയവും താല്പര്യവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാതൊരു ദുരിതം പിടിച്ചൊരു ഇത് തന്നെയാണ്. എനിക്ക് വാഹനം ഇങ്ങനെ പോകുമ്പോൾ ഈ എനിക്ക് ഇതാക്കി വീണിട്ട് ഈ ഒറ്റ വെച്ച് നമുക്ക് തന്നെ പേടിയാവും. എന്നാൽ വീണ ഏരിയ വീണെന്നുള്ളതായിട്ട് പെട്ടെന്ന് കിട്ടും. അന്നേ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഈ സംഭവം വീണത് ആക്സിഡൻ്റ് ആയത് രണ്ടാക്കാതെ പറ്റിയത്. അപ്പോൾ അന്ന് രാത്രി ഞാൻ നോക്കുമ്പോൾ ആളും ബഹളമെല്ലാം കണ്ടി ഒച്ചയോ ഇതെല്ലാമായിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് പറ്റുകയും ചെയ്തു. ആ വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഇവർ കാണണം. സാധാരണ റോഡുകളിൽ കാണുന്ന കുഴികളേക്കാൾ അപകടകാരിയായ കുഴിയാണ് ഇവിടെ രൂപപ്പെടുന്നത്. വലിയ ആഴത്തിലുള്ള ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഇറക്കേണ്ടി വന്നാൽ വീഴുമെന്നുള്ളത് ഉറപ്പാണ്. രാത്രിയിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ശക്തമായ പ്രകാശത്തിൽ പെട്ടെന്ന് കുഴി കാണാൻ കഴിയാതെ വരുന്നതാണ് രാത്രി സമയങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഏതായാലും യാത്രക്കാരോടൊന്നേ പറയാനുള്ളൂ, ജീവൻ നമ്മുടേതാണ്, സൂക്ഷിക്കുക.